ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും ഹിന്ദിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പദബന്ധം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സമാസ് ആണ്. എന്താണ് മക്കളെ സമാസ്, എങ്ങനെയൊക്കെയാണ് സമാസത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് സമാസ് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കൂ. നോക്കൂ മക്കളെ, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. സമാസ് സമാസ് എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തീകരൺ എന്നാണ്. സംക്ഷിപ്തീകരണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർത്ത് കൂട്ടി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ അതിന്റെ അർത്ഥം കേൾക്കൂ. ദോ യാ ദോ സെ അധിക്, ദോ യാ അല്ലെങ്കിൽ ദോ സെ അധിക്, രണ്ടിൽ കൂടുതലോ ശബ്ദോ കെ വാക്കുകളുടെ മേൽ സെ കൂടിച്ചേർക്കൊണ്ട് നയ അർത്ഥ ശബ്ദ ബനാനേക്ക് പ്രക്രിയക്കൂ, പുതിയ അർത്ഥമുള്ള ശബ്ദം ഉണ്ടാക്കുന്ന പ്രക്രിയയെ സമാസ് കഹത്തെ. ഒന്നോ അതിലധികമോ ആട്ടെ, ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ, അതാണ് രണ്ടോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് അവയുടെ അർത്ഥം വിശാലമാക്കുകയോ ഡിഫറൻ്റ് ആയിട്ടോ വരികയൊക്കെ ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് ദോ യാ ദോ സെ അധിക ശബ്ദോം കെ മേൽ സെ, രണ്ടോ അതിലധികമോ വാക്കുകളുടെ കൂടിച്ചേരൽ കൊണ്ട് നയാ സാർത്ഥക് ശബ്ദ ബനാനേക്ക് പ്രക്രിയക്കോ, ആ പുതിയ അർത്ഥമുള്ള വാക്കുകളെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് സമാസ് കഹത്തെ, സമാസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇസ് പ്രകാർ ബനാനെ വാലെ ശബ്ദക്കോ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ വാക്കിനെ സാമാസിക ശബ്ദ യാ സമസ്ത പദ കഹലാത്തെ, സാമാസിക പദം അഥവാ സമസ്ത പദം എന്നാണ് പറയുന്നത്. ഉദാഹരണം വെച്ചാൽ നമുക്ക് മനസ്സിലാവും. നോക്കൂ, സമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വാക്കിനെയാണ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ സമാസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് ഉണ്ടാക്കുന്ന കിട്ടിയിരിക്കുന്ന വാക്കിനെ നമ്മൾ സമസ്ത പദം എന്നാണ് പറയുക. ഓക്കെ, സമസ്ത പദം എന്നാണ് പറയുക. അതെ അല്ലേ, സാമാസിക ശബ്ദമെന്നോ സമസ്ത പദമോ എന്നാണ് പറയുക. അപ്പോൾ അവിടെ നോക്കൂ, സമാസ് ജൈസെ, ഉദാഹരണം സജീവവും കേലിയെ ആലയ, ഇവിടെ 3 വാക്കുകളാണ്. സെക്രട്ടറിമാർക്ക് വേണ്ടിയുള്ള ആലയം അല്ലേ, ആ ഭവനം. സജീവവും കേലിയെ ആലയ, രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്ത് നമ്മൾ സമസ്തീകരിക്കുകയാണ്, ക്രോഡീകരിച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് പറയുന്നത് സജീവാലയ എന്നാണ്. അപ്പൊ ഇതെന്താണ്? സാമാസിക പദമാണ് അല്ലെങ്കിൽ സമസ്ത പദമാണ്. ഇതിനെ പിരിച്ചെഴുതിയാൽ നമുക്ക് സജീവവും ആലയ് എന്നല്ല കിട്ടുക, സജീവവും കേലിയെ ആലയ് എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോ രണ്ടോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ സമാസ് എന്ന് പറയുന്നു. അങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്ന വാക്കിനെ സാമാസിക പദവ അഥവാ സമസ്ത പദം എന്ന് പറയും. ചന്ദ്രമാക്കെ സമാൻ മുഖ്, ചന്ദ്രനെ പോലെ സമമായ മുഖമുള്ളവൻ. ചന്ദ്രമുഖ്, ചന്ദ്രമുഖ്. ഓക്കെ, അത് ചന്ദ്രമുഖ് പിരിച്ചെഴുതുമ്പോൾ ചന്ദ്ര പ്ലസ് മുഖ അല്ല കിട്ടുക, ചന്ദ്രക്കെ സമാൻ മുഖ് എന്നാണ് കിട്ടുക. തീൻ വേണിയോം കാ സംഗം, 3 നദികളുടെ സംഗമം, അതാണ് ത്രിവേണി. ഓക്കെ, ത്രിവേണി, 3 പ്ലസ് വേണി അല്ല, അപ്പൊ 3 നദിയാവും. അത് സംഗമിക്കണം. ത്രിവേണി എന്ന് പറഞ്ഞാൽ ത്രിവേണി എന്ന് പിരിച്ചെഴുതുമ്പോൾ 3 എന്നും വേണി എന്നും കിട്ടും, തീൻ എന്നും വേണി എന്നും. അപ്പൊ 3 നദിയായിട്ടേ കിടക്കുള്ളൂ. പക്ഷെ അത് സംഗമിക്കുമ്പോൾ എന്താ, തീൻ വേണിയോം കാ സംഗമത്തെയാണ് ത്രിവേണി എന്ന് പറയുക. അല്ലാതെ 3 നദികൾ സമാന്തരമായി ഒഴുകുന്നതിന് നമ്മൾ ത്രിവേണി എന്ന് പറയില്ല. അപ്പോൾ ത്രിവേണി എന്ന വാക്കിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ തീൻ പ്ലസ് വേണി എന്ന് കിട്ടിയാൽ അത് തെറ്റാണ്. അപ്പൊ അത് രണ്ടോ അതിലധികമോ വാക്യങ്ങൾ വരുന്നു. തീൻ നദിയോം കാ സംഗം ആണ്, അതാണ് ത്രിവേണി. ഓക്കെ, അപ്പോൾ രണ്ടോ അതിലധികമോ അർത്ഥമുള്ള വാക്കുകൾ ചേർത്തിട്ട് അർത്ഥമുത്തായ മറ്റൊരു വാക്ക് രൂപപ്പെടുത്തുന്നതിനെയാണ്, സംശുദ്ധീകരിച്ച് രൂപപ്പെടുത്തുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന വാക്കിനെ നമ്മൾ സമസ്ത പദം എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഉദാഹരണം കുറച്ചുകൂടെ നോക്കൂ. സമാസ് നോക്കൂ, പൂർവപദ് ഉത്തരപദ് സമസ്ത പദ് അഥവാ സമാസ്. ഇതിനാണ്, നോക്കിയോ ഇവിടെ നോക്കിയേ. ദേശഭക്ത് എന്ന വാക്കിനെ നമുക്ക് പിരിച്ചെഴുതിയാൽ ദേശ് ഭക്ത് എന്നല്ല, ദേശ് കാ ഭക്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കേലിയെന്നോ കാന്നോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വാക്കുകൾ വരും. സമാൻ എന്നോ കേലിയെ എന്നോ കേ എന്നോ മേം എന്നൊക്കെ വരും. അപ്പോ ശബ്ദം 3 എണ്ണായി അല്ലേ. അപ്പൊ നോക്ക്, ദേശ് കാ ഭക്ത്, ദേശത്തിന്റെ ഭക്തൻ, ദേശഭക്ത്. ഓക്കെ, സിർ മേ ദർദ്, തലയിൽ വേദന, അതാണെന്ത്, സിർദർദ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്ക്, ഇവിടെ നമ്മൾ ഇത് സമസ്ത പദം എന്നാണ് പറയാ. സമസ്ത പദവെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 2 വാക്കായി വരുമ്പോൾ അതിന് നമുക്ക് ആദ്യത്തേനെ നമ്മൾ പൂർവപദ് എന്നും രണ്ടാമത്തേനെ ഉത്തരപദ് എന്നും പറയും. എന്ന് പറഞ്ഞാൽ ഒരു സമസ്ത പദത്തെ മുറിച്ചെടുക്കുമ്പോൾ അതിൽ
പൂർവ്വപദവും ഉത്തരപദവും ഉണ്ടാവും. ഇടയ്ക്ക് ചില സഹായക വാക്കുകളും ഉണ്ടാവും. സഹായക ഹിന്ദി വാക്ക് കേലിയെ, സമാൻ, കെ എന്നൊക്കെ പറയുന്ന സാധനം വരും. പക്ഷേ അതൊരു സഹായ ശബ്ദങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിന് സ്വതന്ത്രമായ അർത്ഥം വരുന്നില്ല. ഇവയ്ക്ക് അർത്ഥം ഉണ്ടാവുന്നുണ്ട്. ദേശ് എന്നും ഭക്ത് എന്നും. അതെന്താണ്? ദേശ് ഭക്ത്. ഓക്കെ. സിർ, മേം, ദർദ്, അതിൽ രണ്ട് വാക്കുകൾ ഇത് രണ്ടുമാണ്. ഇതിനെ നമ്മൾ വാക്കായിട്ടല്ല കൂട്ടുന്ന സഹായ വാക്കാണ്. അപ്പൊ സിർ ദർദ്, ഇത് പൂർവ്വപദവും ഇത് ഉത്തരപദവും. ഓക്കെ. അപ്പോൾ സിർ ദർദ്. അപ്പോൾ ഒരു സമസ്ത പദത്തെ മുറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു പൂർവ്വപദവും ഉത്തരപദവും കിട്ടും. ഇടയ്ക്ക് ചില സഹായ ഹിന്ദി വാക്കുകൾ കിട്ടാറുമുണ്ട്. ഓക്കെ. യെസ്. ഇനി നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ സമാസ് കെ ഛ ഭേദ് ഹോത്താ ഹൈ. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമസ്ത പദങ്ങളെ മുറിച്ചെടുക്കുന്ന രീതി അനുസരിച്ച് അല്ലെ കൂട്ടിച്ചേർക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് 6 തരംതിരിക്കാം. ഒന്ന് നോക്കൂ. അവ്യയി ഭാവ് സമാസ്, തത്പുരുഷ സമാസ്, കർമ്മധാരേ സമാസ്, ദിഗു സമാസ്, ദ്വന്ദ്വ സമാസ്, ബഹുവ്രീഹി സമാസ്. ഇങ്ങനെ 6 സമാസങ്ങൾ തരും. പരീക്ഷയിലെ ചോദ്യ പേപ്പറിൽ ഏതെങ്കിലും ഒരു വരി തന്നിട്ട് അതിൻ്റെ അകത്ത് കുറഞ്ഞ ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് സമാസത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് സമാസമാണ് എന്ന് നമുക്ക് ആ ഒറ്റ വരിയിലേക്ക് നോക്കി മനസ്സിലാക്കണമെങ്കിൽ ഇവയെ ഓരോന്നിനെയും കൃത്യമായി നമ്മൾ പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പം സമാസം എന്താണ്? 2 അതിലധികമോ വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന അർത്ഥവത്തായ രൂപത്തെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന വാക്കിനെ നമ്മൾ സമസ്ത പദം അഥവാ സാമാസിക പദം എന്ന് പറയാറുണ്ട്. ഒരു സാമാസിക പദത്തെ മുറിച്ചു കഴിഞ്ഞാൽ അതിനെ അർത്ഥവത്തായ 2 വാക്കുണ്ടാവും. ഇടയ്ക്ക് സഹായ വാക്കുകളും ഉണ്ടാവും. അർത്ഥവത്തായ 2 വാക്യത്തിൽ ഒന്നാമത്തേന് പൂർവ്വപദമെന്നും രണ്ടാമത്തേന് ഉത്തരപദമെന്നും ചേർക്കാറുണ്ട്. പൂർവ്വപദവും ഇടയ്ക്ക് സഹായ വാക്കും ഉത്തരപദവും ചേർന്നിട്ടാണ് നമ്മൾ സാമാസിക പദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 അതിലധികമോ വാക്കുകൾ ചേർത്തിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവ്യയി ഭാവ സമാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് അവ്യയി ഭാവ സമാസമാണോ എന്ന് നമുക്ക് ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ പറ്റും. ശ്രദ്ധിച്ചു മക്കളെ. അവ്യയി ഭാവ സമാസ്. അവ്യയി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാസം എന്താണെന്ന് മനസ്സിലായി. ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. സമാസം എന്താണെന്ന് മനസ്സിലായി. ഭാവം എന്ന് പറഞ്ഞാൽ ഭാവം തന്നെ. അപ്പൊ അവ്യയി എന്താണ്? അവ്യയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവികാരി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടാവാത്തത് എന്നാണ്. അവികാരി, അവന് യാതൊരു വികാരവും ഇല്ലാതെ, യാതൊരു മാറ്റവും ഇല്ലാത്തത്. അപ്പൊ അവ്യയി ഭാവ സമാസം എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവും ഇല്ലാത്ത, ചേഞ്ച് വരാത്ത ശബ്ദങ്ങൾ എന്നർത്ഥം വരും. നോക്കൂ. ജിസ് സമാസ് ഏതൊരു സമാസത്തിന്റെ പഹലാ പദ് പ്രധാന ഹോ, ആദ്യ പദത്തിന് പ്രാധാന്യം കൂടുതലാണെങ്കിൽ അവ്യയി ഭാവ് ഹോ, അത് അവ്യയി ഭാവമായിരിക്കും. നമ്മൾ സമസ്ത പദത്തിൽ നിന്ന് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വപദം ഉണ്ടാവും, ഉത്തരപദം ഉണ്ടാവുമല്ലോ. അതിൽ പൂർവ്വപദത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അതാണ് പഹലാ പദക്ക പ്രധാന ഹോ, അതിന് പ്രാധാന്യവുമാണ് വരുന്നതെങ്കിൽ ഉസേ അവ്യയി ഭാവ് കാത്തെ, അതോ ഉസേ അവ്യയി ഭാവ് സമാസ് കാത്തെ. അപ്പൊ എന്താ? ജിസ് സമാജ് കാ പഹലാ പദ് ജിസ് സമാസ് കാ, ഏതൊരു സമാസത്തിന്റെ പഹലാ പദ് ആദ്യ വാക്ക് പ്രധാൻ ഹോ, പ്രാധാന്യമുള്ളതാണോ, വേ അവ്യയി ഹോ, അത് അവ്യയായിരിക്കും. അഥവാ ഉസേ അവ്യയി ഭാവ് സമാസ് കാത്തെ. വ്യക്തമാവാൻ ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാവും. നോക്കൂ. അവ്യയി ഭാവ് സമാസ്. അവ്യയി ഭാവ് സമാസത്തിനെ നിങ്ങൾക്ക് എന്താണെന്നറിയോ? കിട്ടിയിരിക്കുന്ന സമസ്ത പദത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ 2-3 വാക്കുകൾ ചേർത്താണല്ലോ, സമാസിച്ചിട്ടാണല്ലോ ഒരു വാക്ക് കിട്ടുന്നത്. ആ വാക്ക് നമ്മൾ ഏതാണ്, അവ്യയി ഭാവ സമാസമാണോ എന്നറിയണമെങ്കിൽ അവ്യയി ഭാവ സമാസം ചെയ്ത് കിട്ടിയിരിക്കുന്ന സമസ്ത പദത്തിന്റെ ആദ്യ ഭാഗം നോക്കൂ. അധികതർ ഇസ്കെ ആരംഭ്, ആ എന്നോ, അതാണ് ആ ബേ യഥാ പ്രതി. ഒരു വാക്ക് വായിക്കുമ്പോൾ ആ ബേ യഥാ പ്രതി എന്ന് വരികയാണെങ്കിൽ ആദി ശബ്ദ് ആത്തഹേ മുതലായ വാക്ക് വരുന്നുണ്ടെങ്കിൽ ആ വാക്ക് അവ്യയി ഭാവ സമാസമായിരിക്കും. അപ്പൊ നമ്മൾ വാക്കിലേക്ക് നോക്കാം. ആജീവൻ, അതിൻ്റെ അകത്ത് ആ അല്ലേ വന്നിരിക്കുന്നത്? ജീവൻ കെ സാത്ത് എന്ന വാക്കുകളെ ജീവൻ പര്യന്ത് എന്ന വാക്കിനെ 2 വാക്കാണല്ലോ. ഈ 2 അതിലധികം വാക്കുകൾ ചേർത്താണ് നമ്മൾ സമാസിച്ചപ്പോഴാണ് ജീവൻ പര്യന്ത് കൂട്ടിച്ചേർത്തപ്പോഴാണ് നമുക്ക് ആജീവൻ കിട്ടിയത്. ഇവിടെ തുടക്കത്തിൽ ആ എന്ന് വന്നു, അങ്ങനെയാണെങ്കിൽ അവ്യയി ഭാവമാണ്. നോക്ക്. ജന്മ സേ ലേക്കർ, ഇടയ്ക്ക് സേ വിഭക്തി പ്രത്യം വന്നിട്ടുണ്ട്. ആ ജന്മ വന്നു, തുടക്കം ആ വന്നു. മരൺ തക്ക്, മരണം വരെ, ആ മരൺ വന്നു, തുടക്കം ആ വന്നു. സമുദ്ര പര്യന്ത് എന്നുള്ളത് നമുക്ക് ആ സമുദ്ര എന്നായി. ഓക്കെ, ഇതാണ് നമുക്ക്. അപ്പൊ ആജീവൻ, ആ ജന്മ, ആ മരൺ, ആ സമുദ്ര എന്നൊക്കെ വരിക. ആ വാക്ക് സമസ്ത പദത്തിന്റെ ആദ്യ ഭാഗത്തിൽ ആ വരികയാണെങ്കിൽ അതിനെ സ്വാഭാവികമായിട്ട് നിങ്ങൾ അവ്യയി ഭാവ സമാസമാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് ബേ വന്നാലും അത് അവ്യയി ഭാവ സമാസമാണ്. നോക്കൂ. ബേ കാം, ബേയ്മാൻ, ബേഖഡ്ഖേ, ബേഫായദ. നോക്കൂ. കാം കെ ബിനെയാണ് ബേകാം, ഈമാൻ കെ ബിനെയാണ്
ബേഇമാൻ. ഖഡ്കെ കെ ബിന ആണ് ബേഖഡ്കെ. ഫായദ കെ ബിനയാണ് ബേഫായദ. അപ്പോ ബേ 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 ബേകാം ബേഇമാൻ ബേഖഡ്കെ ബേഫായദ ഇങ്ങനെ പറയുന്ന വാക്കുകൾ ആ വരികയാണെങ്കിലോ ബേ വരികയാണെങ്കിലോ അത് അവ്യയീഭാവ സമാസമാണ്. തീർന്നില്ല. യഥാ വന്നാലും പ്രതി വന്നാലും അവ്യയീഭാവ സമാസങ്ങളാണ്. ഉദാഹരണം നോക്കൂ. അവ്യയീഭാവ സമാസത്തിന്റെ മറ്റുദാഹരണങ്ങൾ. യഥാ വന്നാൽ യഥാശക്തി എന്ന് നിങ്ങൾ കണ്ടാൽ അതിന്റെ തുടക്കത്തിൽ യഥാ 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 നോക്കൂ. എല്ലാത്തിലും യഥാ കണ്ട തുടക്കത്തിൽ അതെന്താണ്? അവ്യയീഭാവ സമാസങ്ങളാണ്. പ്രതി കണ്ടാൽ തുടക്കത്തിലെല്ലാം കണ്ടാൽ എന്താണ്? അത് അവ്യയീഭാവി സമാസങ്ങളാണ്. ശക്തി കെ അനുസാരാണ് യഥാശക്തി. അവസർ കെ അനുസാരാണ് യഥാവസർ. സമയ കെ അനുസാരാണ് യഥാസമയ. വിധി കെ അനുസാരാണ് യഥാവിധി. അപ്പോ യഥാ എന്ന് തുടക്കത്തിൽ വന്നാൽ അതെന്താണ്? സ്വാഭാവികമായിട്ടും അവ്യയീഭാവ സമാസമാണ്. അടുത്തത് പ്രതി വന്നാൽ മതി. ഹർ ദിൻ പ്രതിദിനായി. ഫൽ കെ സാത്ത് പ്രതിഫൽ. ബദൽ ക്രിയ പ്രതിക്രിയ. ഹർ വസ്തു പ്രതിവസ്തു. ഇങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും തുടക്കത്തിൽ പ്രതി വന്നു. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ആ എന്നോ ബേ എന്നോ യഥാ എന്നോ പ്രതി എന്നോ ആ ബേ യഥാ പ്രതി ഇങ്ങനെയാണ് സമസ്ത പദങ്ങളുടെ ഉത്തരം വരുന്നതെങ്കിൽ, സമസ്ത പദങ്ങൾ വരുന്നതെങ്കിൽ അതിനെ നിങ്ങൾ അവ്യയീഭാവ സമാസമായിട്ട് കാണണം. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സെന്റൻസിൻ്റെ അകത്ത് യഥാശക്തി എന്നുണ്ടാവും. അതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ടാവും. ഓക്കെ. യഥാവസർ, യഥാസമയ, യഥാവിധി എന്നൊക്കെ തന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കും നിങ്ങളോട് ഇത് ഏത് സമാസത്തിൽ വരുന്നു എന്നുള്ളത്. ഓക്കെ. അത് നമ്മളോട് മറന്നു പോകരുത്. രണ്ടാമത്തത് അതിൻ്റെ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ വീണ്ടും നമ്മൾ വേറെ അടുത്ത എപ്പിസോഡിൽ പറയും. തത്പുരുഷ സമാസ്. ഇനി തത്പുരുഷ സമാസാണ് രണ്ടാമത്തത്. എങ്ങനെയാണ് വരുന്നത് നോക്കൂ. തത്പുരുഷ സമാസമേ ഉത്തർ പദ് പ്രധാന ഹോത്ത ഹേ. ഇവിടെ ഒന്നാമത്തെ പദത്തിനാണ് പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം വരുന്നത്. ഇവിടെ നോക്കുക, ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യം വന്നത് ഇവിടെയൊക്കെ നമ്മളിവിടെ പറഞ്ഞു നോക്കൂ. പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നു. ദേശ് ഭക്ത്. ഇവിടെ നമ്മൾ നോക്കൂ, പൂർവ്വപദം എന്നാണ് പഹലാ പദത്തിന് പ്രാധാന്യം വരും അല്ലേ? അത് നോക്കൂ. ആ ജീവൻ, ആ ജന്മ, ആ മരൺ, ആസ് ഒക്കെ ഇതിനാണ് പ്രാധാന്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തത്പുരുഷ സമാസത്തിൽ രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം വരിക. നോക്കൂ, तत्पुरुष समास में उत्तर पद प्रधान होता है और दोनों पदों के बीच की വിഭക്തിയും ലോപ് ഹോ ജാത്ത ഹൈ. രണ്ട് വാക്കുകൾ, ഇത് രണ്ടാമത്തെ വാക്കിനാണ് പ്രാധാന്യം വരിക. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ വാക്കിന് പ്രാധാന്യം വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള വിഭക്തികളൊക്കെ ലോപിച്ചില്ലാണ്ടാവും. ഉദാഹരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ, തത്പുരുഷ സമാസത്തിന് ഉദാഹരണങ്ങൾ. സ്വർഗപ്രാപ്ത്, സ്വർഗക്കോ പ്രാപ്ത്. അടക്കോ എന്താവുന്നു? ഇല്ലാണ്ടാവുന്നു. സ്വർഗപ്രാപ്ത്, സ്വർഗക്കോ പ്രാപ്ത്, സ്വർഗത്തെ ലഭിക്കുന്നവൻ അവനാണ്. അപ്പൊ നമ്മൾ സ്വർഗപ്രാപ്ത് കോ ലോപിച്ചില്ലാതാവുന്നു വിഭക്തി. ഗഗൻ കോ ചൂനിനെ വാല, ഗഗൻ കോ ചൂനെ വാല അല്ലേ? അപ്പൊ എന്താണ്? ആകാശത്തെ തൊടുന്നവനല്ലേ ആകാശത്തെ ചുംബിക്കുന്നവൻ. അതിന് ഗഗൻ ചുംബി എന്നാ പറയുന്നത് അല്ലേ? ആ ഗഗൻ കോ ചൂമിനെ വാല കേട്ടോ, ചൂമിനെ വാല ആകാശത്തെ ചുംബിക്കുന്നവൻ അല്ലേ? ഗഗൻ ചുംബി. അടുത്ത ഋൺ സേ മുക്ത്, ഋണമുക്ത്. ശോക് സേ ആകുൽ, ശോകാകുൽ. സേനാകാപതി, സേനാപതി. ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള നടുക്കുള്ള വിഭക്തി പ്രത്യേകം ലോപിച്ച് ഇല്ലാണ്ടായി പോയിരിക്കുന്നു. ഓക്കെ, ശരി. രണ്ടാമത്തെ പദത്തിനാണ് പ്രാധാന്യം വരികയും ചെയ്യുന്നത്. ബാക്കി നോക്കൂ, ഒന്നുകൂടി ഉദാഹരണം. ആജ്ഞാക്കെ അനുസാർ, ആജ്ഞാനുസാർ. ലോക കി സഭ, ലോകസഭ. സിർമേൻ ദർദ്, സിർദർദ്. ജൽ കി ധാര, ജലധാര. ഗോഡെ പർ സവാരി, ഗുഡ് സവാരി. അപ്പോൾ ഇതിൽ ഏതിനാണ്? സവാരി, ധാര, ദർദ്, സഭാനു, ആജ്ഞാനുസാർ ഇവയ്ക്ക് പ്രാധാന്യം വരുന്നു. ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നു. ഇവയിൽ മാത്രമല്ല വിഭക്തി പ്രത്യയങ്ങൾ ലോപിച്ചില്ലാണ്ടായി പോവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ തത്പുരുഷ സമാസം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം ഓരോന്നായിട്ടും. മൂന്നാമത്തെ കർമ്മധാരയ സമാസ്. कर्मधारय समास जिस सामाजिक शब्द में विशेषण और विशेषी, വിശേഷണവും വിശേഷിയും തമ്മിൽ വ്യത്യാസം എന്താ? വിശേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലങ്കാരികമായി ഉപയോഗിക്കുന്ന വാക്കാണ് വിശേഷണം. സുന്ദർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയി എന്ന് അർത്ഥം വരുന്ന വിശേഷണ വാക്കാണ്. എന്നാൽ വിശേഷ്യ നമ്മൾ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷ്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ മധുരമുള്ള എന്താ പറയാ, ഫ്രൂട്ട് നമ്മൾ പറയാണ്. അതിൽ ഫ്രൂട്ട് വിശേഷിയാണ്. മധുരമുള്ള മീഠാഫൽ അതിൻ്റെ അകത്ത് മീഠ എന്ന് പറയുന്നത് വിശേഷണമായ വാക്കാണ്, ക്വാളിറ്റി പറയാൻ ഉപയോഗിച്ചാണ്. ഫൽ എന്ന് പറയുന്നത്
അത് നൗൺ ആണ്. അതിനെ നമ്മൾ വിശേഷിയായിട്ട് അതിനെയാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അത് വിശേഷ്യവും, വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് വിശേഷണമാണ്. എന്നാൽ ഇവിടെ കർമ്മധാരയ സമാസത്തിൽ ഈ രണ്ട് വാക്ക് രണ്ടായി നിൽക്കില്ല. അപ്പോൾ മീട്ട ആം എന്നൊരൊറ്റ വാക്കില്ല, മീട്ട ആം എന്നൊരൊറ്റ വാക്കില്ല, മീട്ട എന്നും ആം എന്നും തന്നെയാണ് നമ്മൾ എഴുതുക. ഓക്കെ. എന്നാൽ ഇവ രണ്ടും കൂടി തുല്യമായി വരുന്ന വാക്കുണ്ട്, അതിനെയാണ് കർമ്മധാരയ സമാസം എന്ന് പറയുന്നത്. നോക്കൂ, ജിസ് സാമാജിക ശബ്ദമേ വിശേഷൺ और വിശേഷി സാത്ത് സാത്ത് ഹോ, ഒട്ടിച്ചേർന്ന് ഒന്നായി നിൽക്കും, ഉസേ കർമ്മധാരയ സമാസ് कहते हैं. അങ്ങനെയാണെങ്കിൽ വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ വിശേഷണത്തിനും വിശേഷിക്കും ഈക്വലായി ഒറ്റ വാക്കായി മാറാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കർമ്മധാരയ സമാസം എന്ന് പറയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മീട്ടാഫൽ എന്ന് പറഞ്ഞത് ഒരിക്കലും മീട്ടാഫൽ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഹിന്ദി വാക്കില്ല. അതിലൊന്ന് വിശേഷിയും ഒന്ന് വിശേഷണവുമാണ്. പക്ഷെ അത് കർമ്മധാരയ ആകുന്നില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ കർമ്മധാരയ സമാസം നോക്കൂ. കമൽ നയൻ നോക്കൂ, കമൽ രൂപി നയൻ, താമരപ്പൂവ് പോലുള്ള ആണ്, താമരപ്പൂവ് പോലുള്ള കണ്ണാണ് കമൽ നയൻ. ഇതിൽ കമൽ നയൻ രണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ. സ്ത്രീ രൂപി രത്ന്, അവിടെ നമ്മൾ സ്ത്രീ രത്ന് ഒറ്റ വാക്കാണ്. നർ രൂപി സിംഹ്, അവിടെ നരസിംഹ്, മനുഷ്യനെ പോലുള്ള സിംഹം. നീല ഹേ ജോ കമൽ, നീലയായിട്ടുള്ള ഒരു താമര, അതാണ് നീൽ കമൽ. ചന്ദ്ര ജൈസ മുഖ്, ചന്ദ്രനെ പോലുള്ള മുഖം, ഇതാണ് ചന്ദ്രമുഖ്. ഇവയെ വിശേഷണ വാക്കിനും വിശേഷിയും ഒന്നായി ചേർന്ന് രണ്ടിനും വിഭജിക്കപ്പെടാതെ ഒറ്റ വാക്കായി മാറുന്നു. ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ കർമ്മധാരയ സമാസങ്ങൾ എന്നാ പറയുക. ഉദാഹരണം ബാക്കിയിട്ട് നോക്ക്. കർമ്മധാരയ സമാസ ഉദാഹരണം: മഹാത്മാ, മഹാൻ ഹേ ജോ ആത്മാ, മഹാവായ ഏതൊരു ആത്മാവുണ്ടോ അതിനെ നമ്മൾ മഹാത്മാ. പിന്നെ അത് നമുക്ക് മുറിച്ചാലും അതിന് മുറിക്കാൻ പറ്റില്ല, അത് രണ്ടും ഒറ്റ വാക്കാണ്, ഈക്വൽ പ്രാധാന്യമാണ്. നീല ഹേ ജോ ഗഗൻ, നീലയായ ആകാശം, നീല ഗഗൻ. ഓക്കെ. മഹാൻ ഹേ ജോ പുരുഷ്, മഹാപുരുഷ്. ഓക്കെ. പരം ഹേ ജോ ആനന്ദ്, പരമമായ ആനന്ദം, പരമാനന്ദ്. ശ്വേത് ഹേ ജോ അംബർ, വെളുത്ത ആകാശം, ശ്വേതാംബർ. ഇവയൊക്കെ വിശേഷണ വസ്തുവിനും വിശേഷണത്തിനും വിശേഷിക്കും ഈക്വൽ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒറ്റവാക്കായി മാറുന്നു. ഇങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ കർമ്മധാരയ സമാസം എന്നാണ് പറയുക. ഇനി നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മൾ സമാസത്തിൽ എന്താണ് സമാസം എന്ന് മനസ്സിലാക്കി, എത്ര എണ്ണം ഉണ്ടെന്ന് 6 ഉണ്ടെന്ന് മനസ്സിലാക്കി, അതിലെ 3 നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി നമുക്ക് ഇതിൽ ബാക്കി 3 കൂടി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ദിഗു സമാസം ഉണ്ട്, ദ്വന്ദ്വ സമാസം ഉണ്ട്, ബഹുവീഹി സമാസം ഉണ്ട്. ഈ 3 നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ 3 പഠിച്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സമാസത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽ പഠിക്കാം. ഓക്കെ, ബൈ.